ഏവർക്കും പുതുവത്സരാശംസകൾ. 2022 വരവേൽക്കുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഇന്നൊരു പുതുവത്സര എപ്പിസോഡുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. സ്കൂളൊക്കെ തുറക്കാനായിട്ട് പോവാണ്. പുതിയ വർഷത്തിൽ കൂട്ടുകാരുമൊക്കെ ആയിട്ട് പഠിക്കുവാൻ, കളിക്കുവാൻ നമ്മുടെ ജോണിക്കുട്ടനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതുവത്സരത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ജോണിയുടെ സ്കൂളിൽ ഒരു പ്രത്യേകതയുണ്ട്. പുതുവത്സര ഫ്രണ്ടിനെ കണ്ടെത്തിയിട്ട് ഒരു പുതുവത്സര സമ്മാനം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ടതാണ്. എന്നാൽ പെട്ടെന്നാണ് നമ്മുടെ ജോണിയുടെ മനസ്സിലോട്ട് വന്നത്, അയ്യോ, സമ്മാനമൊന്നും മേടിച്ചു വെക്കാനായിട്ട് പറ്റിയില്ല, നാളെ സമ്മാനം കൊടുക്കണം, എന്ത് കൊടുക്കും? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ജോണി നല്ല നല്ല സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, നല്ല നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ പുതുവത്സര ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന സമ്മാനം കൊടുക്കുന്ന ഒരു പ്രത്യേക പരിപാടി സ്കൂൾ തുറന്നങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ജോണി ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് ഇപ്പോൾ സമ്മാനം കൊടുക്കുക? ഇനി പുതിയതൊന്നും വാങ്ങാനായിട്ടുള്ള സമയവുമില്ല, എന്ത് ചെയ്യും? പെട്ടെന്നാണ് നമ്മുടെ ജോണിക്ക് ഒരു ഐഡിയ തോന്നിയത്. അവനെ വീട്ടിലെ ചാർട്ട് പേപ്പറുകളും കളറുകളും, ക്രയോണ്, വാട്ടർ കളറ്, അതുപോലെ സ്കെച്ച് പെൻസില്, അതെല്ലാം വെച്ചിട്ട് മനോഹരമായൊരു കാർഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ജോണി തീരുമാനിച്ചു. അങ്ങനെ ആളെന്ത് ചെയ്തു? കുറേ സമയം മെനക്കെട്ടിരുന്നിട്ട് നല്ല സൂപ്പറായിട്ടൊരു കാർഡ് ഇങ്ങനെ വെട്ടി തയ്യാർ ചെയ്ത് അതിനകത്തുള്ള ചിത്രവും മറ്റ് ക്രാഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സൂപ്പറായിട്ടൊരു കാർഡ് ഉണ്ടാക്കി. എന്നിട്ട് അതിനകത്ത് മനോഹരമായിട്ട് എല്ലാം ഡിസൈൻ ചെയ്ത ശേഷം അതിനകത്ത് ഒരു പ്രത്യേക വാചകം എഴുതി ചേർത്തു. എന്താണെന്നറിയാമോ? പ്രിയ സുഹൃത്തേ, പുതുവത്സര ആശംസകൾ. എനിക്ക് നല്ലൊരു സമ്മാനം വില കൊടുത്ത് വാങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല, എന്നാൽ ഇത് ഞാൻ വളരെ സമയമെടുത്ത് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു സമ്മാനമാണ്. ദയവ് തോന്നി ഇത് സ്വീകരിക്കണമേ എന്നാണ് കുറിപ്പിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോണി ആ സമ്മാനം എടുത്ത് ഭദ്രമായിട്ട് ബാഗിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോവാണ്. അവൾ പുതിയ ഉടുപ്പും ഒക്കെ ആയിട്ട് എല്ലാ കൂട്ടുകാരും അന്ന് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട്. ക്ലാസ് ടീച്ചറും എല്ലാവരും എത്തി. അപ്പോൾ ക്ലാസ് ടീച്ചർ മേശപ്പുറത്ത് ഒരു പ്രത്യേക ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിനകത്താണ് തങ്ങളുടെ പേരുകൾ എഴുതിയിടേണ്ടത്. അങ്ങനെ കുട്ടികളെല്ലാം കൂടെ അവരുടെ പേരുകളൊക്കെ ചെറിയ പേപ്പർ കഷ്ണങ്ങളിലായിട്ട് എഴുതിയിട്ട് അവരവർ വന്ന് ചുരുട്ടി അതിനകത്ത് ഇട്ടു. ഇനി ഓരോരുത്തരുടെ ഊഴമാണ്. അപ്പോൾ ടീച്ചർ വന്നിട്ട് ആ ബോക്സ് ഒന്ന് കുലുക്കും. എന്നിട്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് ആ ബോക്സിൽ നിന്നും ഒരു പേരെടുക്കണം. അപ്പോൾ പേരെടുത്ത് വായിക്കുന്ന ആ പേര്, കിട്ടുന്ന പേര് ആരുടെയാണോ തങ്ങൾ കൊണ്ടുവന്ന സമ്മാനം അവർക്ക് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടും, അവരിവരെ കൊണ്ടുവന്ന സമ്മാനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ജോണിയും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. പക്ഷെ ജോണിയുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, എല്ലാവരും നല്ല സമ്മാനമൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കണേ, ഞാൻ ഈ കാർഡും ഒക്കെ ആയിട്ട് ആർക്കായിരിക്കും എൻ്റെ സമ്മാനം കിട്ടുക? അവൻ്റെ കാര്യം എന്തായിരിക്കും? അപ്പോൾ ജോണിക്ക് ചെറിയതായിട്ടൊരു നാണക്കേടില്ലാതില്ല. പക്ഷെ ജോണി ഇങ്ങനെ കാത്തിരുന്നു. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരായിട്ട് പേരുകൾ എടുത്തു. ഓരോരുത്തർ പേരുകൾ വായിക്കുമ്പോൾ നല്ല നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടി. ടെഡി ബെയർ, ചിലർക്കാണെങ്കിൽ ബോക്സ്, ചിലർക്ക് കളർ പെൻസില്, ചിലർക്ക് നല്ല കളിപ്പാട്ടങ്ങൾ. അപ്പോൾ ക്ലാസ് മുറി കണ്ടു കഴിഞ്ഞാൽ ഒരു ടോയ് സ്റ്റോർ പോലെയാണ്. എല്ലാ കുട്ടികളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം, ഭയങ്കര എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ഓരോ കുട്ടി പേരെടുക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ പേരാണോ എന്ന് ഓരോരുത്തർ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കാം. അങ്ങനെ നമ്മുടെ ടീച്ചറും പേരെടുത്തു. ഇങ്ങനെ തുറന്നു നോക്കി എല്ലാ കുട്ടികളും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ആരുടെ പേരാണ് വായിക്കാനായിട്ട് പോകുന്നത്? ടീച്ചർ ഇങ്ങനെ കുറിപ്പെടുത്ത് വായിച്ചു, ജോണി. കുട്ടികളെല്ലാം കൂടെ ഭയങ്കര കയ്യടി. കാരണം ടീച്ചർ കൊണ്ടുവരുന്ന സമ്മാനം എന്തായാലും നല്ല സൂപ്പറായിരിക്കും. അങ്ങനെ ടീച്ചർ ബാഗിൽ നിന്നും സമ്മാനം എടുത്തു. കുട്ടികളെല്ലാം കൂടെ കണ്ണൊക്കെ ഇങ്ങനെ മുളപ്പിച്ച് നോക്കുകയാണ്. അയ്യോ, എന്ത് സൂപ്പർ സമ്മാനം! അത് ടീച്ചർ കൊണ്ടുവന്നൊരു വാച്ചായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. ജോണിക്കാണത് കിട്ടുന്നത്. ജോണി ഭയങ്കര ഒരു ലക്കി ബോയ് ആയിട്ട് അന്ന് വന്നിട്ട് പുള്ളിയെ വാച്ചൊക്കെ മേടിച്ച് ടീച്ചറിനെ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് വാച്ചൊക്കെ ഇങ്ങനെ കിട്ടി. കുട്ടികളെല്ലാം ഭയങ്കര കൈയടിയായിരുന്നു. കാരണം അവൻ ശരിക്കും ഭാഗ്യമുണ്ട്. കാരണം ടീച്ചർ കൊണ്ടുവന്ന സമ്മാനം അവന് കിട്ടിയല്ലോ.
അങ്ങനെ പുള്ളി വാച്ചൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ ജോണിയുടെ മനസ്സിൽ എൻ്റെ സമ്മാനം ആർക്കാണോ കിട്ടുന്നത് എന്നാണ് പുള്ളിയുടെ ചിന്ത. അങ്ങനെ കുട്ടികൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു. അപ്പോഴാണ് ജോണിയുടെ അവസരമാണ്. ജോണിയും വന്നെടുത്തു. ജോണി വന്നെടുത്ത് പേരിങ്ങനെ വായിച്ചു. ജോണിക്ക് തല കറങ്ങണത് പോലെ ഇങ്ങനെ തോന്നി. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്ന പേര് ജോണി വായിച്ചു, ജൂലി ടീച്ചർ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം വീണ്ടുമായി. കാരണം ജോണിക്ക് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടി. അപ്പോൾ ജോണി കൊണ്ടുവന്ന സമ്മാനം ടീച്ചറിന്. അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. പക്ഷെ ജോണിക്ക് സമ്മാനം എടുക്കാൻ പറ്റുമോ? അയ്യോ, ഈ സമ്മാനം അങ്ങനെ ടീച്ചറിന് കൊടുത്ത, ടീച്ചർ നല്ല വിലപിടിപ്പുള്ള വാച്ചാണ് തന്നത്, ഞാൻ ഈ 5 രൂപയുടെ കാർഡ് ഉണ്ടാക്കിയ സാധനം ഞാൻ എങ്ങനെ കൊടുക്കണേ? എന്തായാലും അവൻ ബാഗ് ഇങ്ങനെ തുറന്നു. പക്ഷെ എടുക്കണോ വേണ്ടയോ എന്ന് പുള്ളി ഇങ്ങനെ അമാന്തിച്ച് നിൽക്കുക. കുട്ടികളൊക്കെ വിചാരിച്ചു ഇത് നല്ല യമണ്ട സമ്മാനമായിരിക്കും, അതാ ജോണി എടുക്കാൻ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ കുട്ടികളെല്ലാം ഇങ്ങനെ നോക്കുക, എന്തായിരിക്കും ടീച്ചറിന് കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ജോണി അവസാനം ഈ ബാഗിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട ടീച്ചർ വന്നിട്ട് ജോണിയുടെ അടുത്ത് വന്നിട്ട് ആ സമ്മാനം ഇങ്ങനെ എടുത്തു. ടീച്ചർ ഇതെടുത്തത് കണ്ടപ്പോഴേ കുട്ടികളെല്ലാം ഉറക്കച്ചിരിക്കാനായിട്ട് തുടങ്ങി. ഇതാണോ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾ ഭയങ്കരമായിട്ട് ചിരിച്ചു. കാരണം കളിയാക്കി ചിരിക്കുക. കാരണം അത് ഒരു വില കണ്ടു കഴിഞ്ഞാൽ വലിയ വൃത്തിയൊന്നുമില്ലാത്ത ഒരു കാർഡ്, ഇതാണോ ടീച്ചറിന് സമ്മാനമൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ജോണിക്ക് ഭയങ്കര വിഷമമായി. ഉടനെ ടീച്ചർ അവനെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ട് ഈ കാർഡ് കയ്യിൽ ടീച്ചർ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഓക്കെ മക്കളെ എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഇന്ന് ഈ ക്ലാസ്സിൽ ഏറ്റവും വിലയുള്ള സമ്മാനം കൊണ്ടുവന്നത് ആരാണെന്നറിയാമോ? അപ്പൊ കുട്ടികളെല്ലാം ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, ടീച്ചർ, ജൂലി ടീച്ചറാണ്. കാരണം നല്ല വിലയുള്ള വാച്ചാണ് ടീച്ചർ ജോണിക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ഇതല്ല ഏറ്റവും വിലയുള്ള സമ്മാനം. ഇന്ന് ഏറ്റവും വിലയുള്ള സമ്മാനം ക്ലാസ്സിൽ കൊണ്ടുവന്നത് ആരാണെന്ന് പറയട്ടെ. അപ്പൊ കുട്ടികളെല്ലാം ഇങ്ങനെ നോക്കുക. പറയൂ ടീച്ചർ, നമ്മുടെ ജോണിയാണ് ഏറ്റവും വിലയുള്ള സമ്മാനം കൊണ്ടുവന്നത്. ഇത് കേട്ട കുട്ടികൾ ഞെട്ടിപ്പോയി. ജോണിയുടെ അത് കാശ് പോലും കൊടുക്കാതെ കൊണ്ടുവന്നതല്ലേ, അതിനകത്ത് അതെങ്ങനെ വിലയുള്ളതാവുന്നത്? അപ്പൊ ടീച്ചർ പറഞ്ഞു, നമ്മളെല്ലാവരും ഇന്ന് സമ്മാനം കൊണ്ടുവന്നത് നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുക ചെയ്തത്. അത് ആരുണ്ടാക്കിയതാണ് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൽ പോയി അല്ലേ, നമ്മൾ ജസ്റ്റ് പൈസ കൊടുത്തു, നമ്മൾ വാങ്ങി. അതിന് വിലയുണ്ട്, ശരിയാണ്. പക്ഷേ ജോണി അവൻ തൻ്റെ സമയവും അധ്വാനവും തൻ്റെ ഇമാജിനേഷനും തിങ്കിങ്ങും കുറേ പ്രയത്നമൊക്കെ ചെലുത്തിയാണ് ഈ സമ്മാനം ഉണ്ടാക്കിയത്. അപ്പോൾ ഏറ്റവും വിലയുള്ളത് ഇതിന് തന്നെയാണ്. വാച്ചിനേക്കാളും വിലയുള്ളത് സമയത്തിനാണ്. അപ്പോൾ ജോണി ചെലവഴിച്ച സമയവും പ്രയത്നവും അധ്വാനവും ഒക്കെ നോക്കിയാൽ ഇതല്ലേ ഏറ്റവും നല്ല സമ്മാനം. അപ്പോൾ കുട്ടികളെല്ലാം ചേർന്ന് ജോണിക്ക് കൈയടിച്ചു. ഡിയർ ഫ്രണ്ട്സ്, ഈ പുതുവത്സരത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒത്തിരി സമ്മാനം കിട്ടിയിട്ടുണ്ടാകും, നിങ്ങൾ കുറേ ആളുകൾക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലയുള്ള സമ്മാനം ഏതാണെന്നറിയാമോ? യെസ്, വി ourselves. നമുക്ക് നമ്മെ തന്നെ കൊടുക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ തോന്നും, ഞാനെങ്ങനെയാണ് എൻ്റെ ടീച്ചറിന് ഞാൻ തന്നെ സമ്മാനം കൊടുക്കണം, ഞാൻ എന്നെ തന്നെ കൊടുക്കണം, ഞാനൊരു പെട്ടിക്കകത്ത് കയറിയിരുന്ന് അടച്ചിട്ട് കൊറിയർ വഴി അയച്ചാൽ മതിയോ? അങ്ങനെയല്ല. നമ്മുടെ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക് എങ്ങനെയാണ് നമ്മെ തന്നെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്? ഒരു പക്ഷേ അവർ നമ്മളെ നോക്കിയിട്ട് അഭിമാനം കൊള്ളുമ്പോൾ, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. ടീച്ചർ പറയാണ്, ഈ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ എന്താണ്? നമ്മുടെ അനുസരണം, നമ്മുടെ സമയം, അവർ പറയുന്ന കാര്യങ്ങൾ ചിട്ടയോടെ നാം ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമുക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. ഒരു പക്ഷേ വിലപിടിപ്പുള്ള പല കാര്യങ്ങൾ നമുക്ക് നൽകാം, എന്നാൽ നമ്മുടെ ജീവിതം തന്നെ അവർ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് തന്നെ ജീവിക്കുവാൻ, ഈ വിലപിടിപ്പുള്ള ജീവിതം വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല പുതുവത്സരം നേരുന്നു. ദിസ് ഈസ് ധർമ്മരാജ് സൈനിങ് ഓഫ് ഫ്രം
കുഞ്ഞു കഥയും വലിയ പാഠവും.